അപ്പോൾ നോക്കി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എടുത്തു സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലേ. കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം. അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ ഫോക്കസ് ഏരിയയിൽ നമ്മൾ ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്ലാസ് ആണ്. സോ അത് മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ ഈ ക്ലാസ്സിൽ. പിന്നെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ഒന്നുകൂടെ ഞാൻ പറയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് അല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഗ്രൂപ്പിൽ നിങ്ങൾ എല്ലാവരും കൂടെ ഇടുക. അപ്പോൾ അതിനകത്ത് എത്ര റെസ്പോൺസ് ഉണ്ടെന്നനുസരിച്ച് ഞാനത് ആ ടോപ്പിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്തിടുന്നതായിരിക്കും, അല്ലെങ്കിൽ ക്ലാസ് വെച്ച് തരുന്നതായിരിക്കും. പക്ഷെ ഇപ്പോൾ ഈ ക്ലാസ്സുകൾ എന്തായാലും ഫോക്കസ് ക്ലൗഡ് എന്ന് പറഞ്ഞു പോകുന്ന ക്ലാസ്സുകൾ ഫോക്കസ് ഏരിയയിലുള്ള പോർഷൻസ് മാത്രമേ എടുക്കത്തുള്ളൂ. പിന്നെ ഇല്ല, ചിലപ്പോൾ ചില പോർഷൻസ് പറയുകയാണെങ്കിൽ അതിന് മുന്നത്തെ കാര്യങ്ങളൊന്നും പറയാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനത് ഓട്ടോമാറ്റിക്കലി അത് പറഞ്ഞുതരാം. ഓക്കെ, സോ വേറെ എന്താ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം, ഞാൻ പഠിക്കുന്ന കാര്യത്തിൽ ഈ ഫോക്കസ് ഏരിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫോക്കസ് ഏരിയ മാത്രം അങ്ങ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. ഫോക്കസ് ഏരിയ കൂടുതൽ അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. മറ്റേ ഡിലീറ്റഡ് എന്നല്ല അതിനർത്ഥം, എന്താ ഞാൻ പറഞ്ഞിരുന്നോ ഓൾറെഡി. പിന്നെ നിങ്ങളിപ്പം എക്സാംസ് മാറ്റുവോ ക്യാൻസൽ ചെയ്യുവോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും നിങ്ങൾ പ്ലസ് വണ്ണുകാരാണ് അല്ലേ. പ്ലസ് ടു പഠിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പ്ലസ് വണ്ണുകാരാണ്. സോ നിങ്ങളുടെ പ്രൈമറി ജോലി എന്ന് പറഞ്ഞാൽ പ്ലസ് വണ്ണിലെ ടോപ്പിക്സ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിലിപ്പം ഇച്ചിരി പഠിച്ചിരുന്നെന്ന് പറഞ്ഞൊരു കുഴപ്പമൊന്നുമില്ല. എന്തായാലും നന്നായിട്ട് പഠിക്കുക. അത് നിങ്ങൾ എൻട്രൻസ് ഒക്കെ എഴുതാൻ താല്പര്യമുള്ളവരായിരിക്കത്തില്ലേ? എൻട്രൻസ് എഴുതാൻ താല്പര്യമുള്ള ആരൊക്കെ ഉണ്ട് ഇവിടെ? കുയി ആരുമില്ല? ഉണ്ട്. എൻട്രൻസ് എഴുതി പോകാനൊക്കെ താല്പര്യമുള്ള ഒരുപാട് പേര് കാണും. ലൈക്ക് നിങ്ങൾക്ക് നീറ്റ് എഴുതാൻ താല്പര്യമുള്ളവർ കാണും, ഡോക്ടർ ആകണമെന്ന് ആഗ്രഹമുള്ളവർ. ഇനിയും എന്താ ജെഇ എഴുതാൻ താല്പര്യമുള്ളവരുണ്ട്. ജെഇ എന്ന് പറഞ്ഞാൽ ജെഇയുടെ 2 എക്സാംസ് ഉണ്ട്. ജെഇ മെയിൻ ഉണ്ട്, ജെഇ അഡ്വാൻസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, എഞ്ചിനീയറിംഗ് പോലെയുള്ള കോഴ്സസ്, ടെക്നിക്കൽ കോഴ്സസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എവിടെ സെൻട്രൽ ഫണ്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ പഠിക്കാൻ നമുക്ക് ജെഇ എഴുതണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കീമുണ്ട്, കേരള എൻട്രൻസ്. അപ്പൊ ഇങ്ങനെ ഏത് എൻട്രൻസ് ആണെങ്കിലും നമുക്ക് എല്ലാ സബ്ജക്റ്റും മീൻസ് എല്ലാ സബ്ജക്റ്റിലെ എല്ലാ ചാപ്റ്റേഴ്സും നല്ല വൃത്തിയായിട്ട് അറിയണം. അതിനകത്ത് ഈ പറഞ്ഞ ഡിലീഷനും കാര്യങ്ങളൊന്നും ഇല്ല. അതിനുകൊണ്ട് എല്ലാ എൻട്രൻസ് എക്സാമിനും ഒരു സിലബസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ സിലബസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാം. അപ്പൊ ഇന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം പ്ലസ് വണ്ണിൽ എക്സാം ഇല്ലെന്ന് പറഞ്ഞാൽ പഠിക്കാതിരിക്കും. ഇതെന്താ അവസ്ഥ എന്നറിയാം. ഇതേ സെയിം അവസ്ഥയാണ് മറ്റേ CBSE-കാർക്ക് വരുന്നത്. CBSE-കാർക്ക് ആണെങ്കിൽ പണ്ട് തൊട്ടേ പ്ലസ് വണ്ണിന് എക്സാം ഇല്ല. നേരത്തെ ഉണ്ടായിരുന്നു, ഒരുപാട് പേര് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഇപ്പൊ അവർക്ക് പ്ലസ് വണ്ണിൽ എക്സാംസ് ഇല്ല. അതുകൊണ്ട് തന്നെ പ്ലസ് വണ്ണ് ഭയങ്കര ഉഴപ്പാണ്, പഠിക്കത്തില്ല. അവർക്ക് എന്താ വെച്ചാൽ ബോർഡിലെ എന്താ സ്കൂളിലെ എക്സാംസ് ആയിരിക്കും വരുന്നത്. സ്കൂളുകാർ തന്നെ നടത്തുന്ന എക്സാംസ്. അതൊന്നും വലിയ ഒരു കാര്യമാക്കത്തില്ല, ചുമ്മാ എഴുതി വെക്കും. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് പഠിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ അറിവൊന്നും ഇല്ല അതിനെപ്പറ്റി. ഇപ്പൊ പണി കിട്ടിയിരിക്കുക ചെറുതായിട്ട് അവരൊക്കെ. കാരണം വെച്ചാല് ഇപ്പൊ അവർക്ക് മാർക്ക് എന്താ നോക്കുന്നത്, എത്ര 30% സംതിങ് 10th-ലെ, 30% 11th-ലെ, അതുപോലെ ബാക്കി 60% 12th-ലെ ഇന്റർണൽസ്. അങ്ങനെ വെച്ചിട്ടാണ് തോന്നുന്നത് അവരുടെ മാർക്ക് ഇപ്പം ഇടുന്നത്. അപ്പൊ അതുകൊണ്ട് 11th-ൽ അവർക്ക് മാർക്ക് കുറവാണ്, അതിനനുസരിച്ചായിരിക്കും ഫൈനൽ റിസൾട്ട് ഒക്കെ വരുന്നത്. അതൊക്കെ വിടും. അപ്പൊ അതേ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരരുത്. നിങ്ങളുടെ എക്സാം മാറ്റി വെക്കുവോ അല്ലെങ്കിൽ എക്സാം ക്യാൻസൽ ചെയ്യുമോ എന്ന് നോക്കണ്ട. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഉള്ള പോർഷൻസ് ഇപ്പം ഫോക്കസ് ഏരിയയിലുള്ള പോർഷൻ ആണെങ്കിൽ പോലും അത് നമുക്ക് വൃത്തിയായിട്ടൊക്കെ പഠിച്ചെടുക്കുക. ഓക്കെ, എന്തായാലും അത് നിങ്ങൾക്ക് പിന്നീട് യൂസ് വരുന്ന ഒരു കാര്യം തന്നെയാണ്. പഠിക്കുന്ന ഒരിക്കലും എന്തായാലും നിങ്ങൾ എന്ത് പഠിച്ചോ അതൊരിക്കലും വെറുതെ ആകത്തില്ല. ഓക്കെ, എന്ത് പഠിച്ചോട്ടെ, എന്തായിക്കോട്ടെ, അതൊരു അറിവെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് വെറുതെ ആകത്തില്ല, എവിടെയെങ്കിലും യൂസ് വരും. ചിലപ്പോൾ നിങ്ങൾ നാളെ ഏതെങ്കിലും ഒരു പരിപാടി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ക്വിസ് കോമ്പറ്റീഷൻ ആയിരിക്കും. അപ്പൊ അവിടെ ഇങ്ങനെ ഈ സിമ്പിൾ കാര്യമായിരിക്കും, പക്ഷെ അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഓർമ്മ വന്നു കൊടുത്ത് ആൻസർ പറയുന്നത് ചിലപ്പോൾ 10,000 രൂപ ആയിരിക്കും കിട്ടുന്നത്. വെറുതെ 10,000 രൂപ കളയാണ്. വേണ്ട. സോ നമുക്ക് ആ പോർഷനിലേക്ക് പോവാം. 10,000 രൂപ നോക്കിയാൽ നമ്മുടെ ചാപ്റ്റർ വളരെ അടിപൊളി ചാപ്റ്റർ ആണ്, സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലെങ്കിൽ അറ്റോമിക് സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞു. എന്തുകൊണ്ട് അടിപൊളി എന്ന് പറഞ്ഞാല് നിങ്ങളുടെയൊക്കെ മനസ്സിൽ കുറെ സ്റ്റീരിയോ ടൈപ്സ് ഉണ്ട്, അതെല്ലാം ഇങ്ങനെ പൊളിഞ്ഞു വീഴുന്ന ടൈപ്പാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു സ്ലൈഡിൽ നമുക്ക് ഫസ്റ്റ് ഇടത്ത് ലെഫ്റ്റ് സൈഡിൽ ഒരു പിക്ചർ കാണുന്നുണ്ട്. ആറ്റത്തിന്റെ പിന്നെ ആരോ വന്നു. ലെഫ്റ്റ് സൈഡില് അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു പിക്ചർ കാണാൻ പറ്റുന്നു ആറ്റത്തിന്റെ, അതുപോലെ റൈറ്റ് സൈഡിലും മറ്റൊരു പിക്ചർ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ തമ്മിൽ എന്താ നിങ്ങൾക്ക് ഒരു ഡിഫറൻസ് കാണാൻ പറ്റുന്നത്? പിന്നെയും വന്നു.
ഈ രണ്ട് പിക്ചറിൽ രണ്ടും ആറ്റത്തിന്റെ പിക്ചർ തന്നെയാണ് അല്ലെ? അപ്പൊ ഈ രണ്ട് പിക്ചറിലും എന്താണ് ഒരു മാറ്റം കാണാൻ പറ്റുന്നത്? നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള മോഡൽ ഏതാ ആറ്റത്തിന്റെ ഇതില്? ലെഫ്റ്റ് സൈഡിലുള്ളത്. ലെഫ്റ്റ് സൈഡിലുള്ളത് കാണിച്ചേക്കുന്നത് വേറെയാണ്. ആറ്റം എന്ന് പറഞ്ഞാൽ ഈ പ്ലസ് എന്നാണ് കാണിച്ചേക്കുന്നത്, പോസിട്രോൺസ് ആണ്. ഇത് ന്യൂക്ലിയസിനുള്ളിലുള്ള സംഭവങ്ങളാണ്. ഈ പ്ലസ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത്, ഈ മൈനസ് അല്ലേ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. സോ ഈ പടം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇലക്ട്രോൺസ് ആണ്. ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള പിക്ചറാണ് നിങ്ങൾ നേരത്തെ പഠിച്ചു വെച്ചേക്കുന്നത്. അതായത് നിങ്ങൾ ബോർ മോഡൽ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു വെച്ചേക്കുന്ന മോഡൽ ഇതാണ്. പക്ഷേ നിങ്ങൾ ഇത് ഈ ഒരു ചാപ്റ്ററിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ള ഒരു മോഡലൊന്നും അല്ല. പണ്ട് നിങ്ങൾ 10ാം ക്ലാസ് വരെ ഇതാണ് ശരിയെന്ന് പറഞ്ഞ് പഠിച്ചു വെച്ചേക്കുന്ന എല്ലായിടത്തും ആറ്റം മോഡൽ എന്ന് പറയുമ്പോൾ ഇതാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഇപ്പൊ നിങ്ങൾ ഈ ചാപ്റ്ററിന്റെ അവസാനത്തേക്ക് എത്തുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് നേരെ പഠിച്ചെങ്കിലാണ് കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും കൺസെപ്റ്റ് മനസ്സിലാകത്തില്ല, ആറ്റം എന്താണെന്ന് മനസ്സിലാകത്തില്ല. ഈ ചാപ്റ്ററിന്റെ അവസാനം എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ ഇവിടെ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു സംഭവം വരും അല്ലെ, ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. ആ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ആറ്റം ഏകദേശം ഇതുപോലൊക്കെ എന്തോ ആണ്. ആറ്റത്തിൽ ഇലക്ട്രോൺസ് കറങ്ങുന്നത് എന്താണ്, ഇങ്ങനെ വട്ടം നാരങ്ങ കളിക്കുമൊന്നുമല്ല, അതുപോലെ ഒരു പ്ലെയിനിലല്ല, 3 ഡയമെൻഷനലി അത് എങ്ങോട്ടോ ഒക്കെ പോകുന്നു. അത് ജസ്റ്റ് ഒരു പ്രോബബിലിറ്റി ആണ്, ഇലക്ട്രോൺ ഇവിടെ കാണാം, അല്ലെങ്കിൽ ക്ലൗഡാണ്, ഒരു ഇലക്ട്രോൺ ക്ലൗഡ്, അതുപോലെയാണ് നമ്മൾ പറയാൻ പറ്റുന്നത്. ഓക്കെ, സോ അതൊക്കെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ പഠിക്കുമ്പോഴത്തേക്ക് പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്സിന്റെ ഒരു ബ്രാഞ്ച് തന്നെയാണ്. അതിനകത്ത് കൂടുതൽ ഈ പറഞ്ഞ കൗണ്ടർ പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, ലൈക്ക് ഇലക്ട്രോൺ, പ്രോട്ടോൺ, അതുപോലെ അതിനകത്ത് തന്നെ ന്യൂക്ലിയോൺസിനകത്ത് തന്നെ നമുക്ക് അതിന്റെ കൗണ്ടർ പാർട്ടിക്കിൾസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടില്ലാത്തതും ഒക്കെ ആയിട്ട് ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ അതൊക്കെ കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളവർ പാർട്ടിക്കിൾ ഫിസിക്സ് എടുത്തു പോകാറുണ്ട് അല്ലേ? ആസ്ട്രോ ഫിസിക്സ്, പാർട്ടിക്കിൾ ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞ സ്പെഷ്യലൈസേഷൻ കേട്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെ പോകാൻ താല്പര്യമുള്ളവർക്കൊക്കെ, അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ ഇത് വഴിതിരിഞ്ഞു പോകാനൊക്കെ ഭയങ്കര ഒരു മോട്ടിവേഷൻ ആണ് ചാപ്റ്റർ നല്ലതായിട്ട് പഠിക്കാൻ. എന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും QED എന്ന് പറഞ്ഞിട്ട്, ക്വാണ്ടം ഇലക്ട്രോ ഡൈനാമിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അറിയാം. ക്വാണ്ടം ഇലക്ട്രോ ഡൈനാമിക്സ്, സ്ട്രിംഗ് തിയറി. നിങ്ങൾ ഇതുവരെ കേട്ടില്ലാത്ത ആറ്റത്തിന്റെ കൺസെപ്റ്റ്സ് ഒക്കെയാണ് അവിടെ വരുന്നത്. പോട്ടെ, ഞാൻ പറഞ്ഞു പഠിപ്പിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ ആദ്യത്തെയൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ. അപ്പം ആറ്റത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ, അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ് ആറ്റം എന്ന് ആദ്യം നമുക്ക് അറിയാം അല്ലെ? ആറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഏറ്റവും ബേസിക് യൂണിറ്റ് ആണ്, ഒരു മാറ്ററിന്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് ആണെന്ന് അറിയാം. അതിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഇലക്ട്രോൺ ഉണ്ട് സാറേ, ന്യൂട്രോൺ ഉണ്ട് സാറേ, പ്രോട്ടോൺ ഉണ്ട്. ഈ ന്യൂട്രോണയും പ്രോട്ടോണയും ഒക്കെ ചേർന്നാണ് ന്യൂക്ലിയോൺസ് എന്ന് വിളിക്കുന്നത്, ന്യൂക്ലിയസിനുള്ളിലുള്ള ആൾക്കാരാണ്. അപ്പൊ ഇതിനകത്ത് ആദ്യത്തെ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ആദ്യം പഠിക്കേണ്ടത് ഇതിന്റെയൊക്കെ ഡിസ്കവറിയാണ്. ആര് കണ്ടുപിടിച്ചു, ഏത് കാലഘട്ടത്തിൽ കണ്ടുപിടിക്കുന്ന കുറിച്ച് വരുന്നില്ല, എന്നാൽ ആര് കണ്ടുപിടിച്ചു നിങ്ങൾ അറിയണം. അത് എക്സ്പെരിമെന്റ് ഏതായിരുന്നു, ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ആയിരുന്നു, എന്തായിരുന്നു കാഥോഡ് റേസർ, അല്ലെങ്കിൽ എന്തായിരുന്നു ആനോഡ് റേസർ, ആ എക്സ്പെരിമെന്റ് സെറ്റപ്പ് എന്തായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അത് ആദ്യത്തെ പോർഷനാണ്. ഇത് കഴിഞ്ഞിട്ടാണ് അപ്പൊ ആറ്റത്തിനകത്ത് ഉള്ള മെമ്പേഴ്സ്, ആളുകളെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരെവിടേക്ക് ആയിരിക്കേണ്ടതെന്ന് നമുക്ക് അറിയണമല്ലോ. സ്വാഭാവികമായിട്ടുള്ള ഡൗട്ടാണ് സയന്റിസ്റ്റിനുണ്ടാകുന്നത്, അവരെവിടേക്കാണ് ഇരിക്കുക എന്ന് ഡൗട്ട് വരും. അപ്പം അതിനാണ് നമ്മൾ ആറ്റം മോഡൽസ് പ്രപ്പോസ് ചെയ്യാൻ പോയത് അല്ലെ? ഇവിടെ നമ്മൾ പറഞ്ഞു, നമ്മൾ കണ്ടുപിടുത്തങ്ങൾ എക്സ്പെരിമെന്റ് ഒക്കെ നടത്തിയപ്പോൾ മനസ്സിലായി ഇതിനകത്ത് ആറ്റം എന്ന് പറഞ്ഞാൽ ആറ്റത്തിനകത്ത് ഇലക്ട്രോൺ ഉണ്ടെന്ന് മനസ്സിലായി, ആറ്റത്തിനകത്ത് പ്രോട്ടോൺ ഉണ്ടെന്ന് മനസ്സിലായി, ആറ്റത്തിനകത്ത് ന്യൂട്രോൺ ഉണ്ടെന്ന് മനസ്സിലായി, പിന്നെ വേറെ കുറെ പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് മനസ്സിലായി. അതായത് ഇതിനകത്ത് ന്യൂക്ലിയസ് ആണ്, ന്യൂക്ലിയസിന് ചുറ്റും വേറെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ, അത് പിന്നെ ഇപ്പോഴത്തെ കൺസെപ്റ്റ് ആണ്, ന്യൂക്ലിയസ് ഉണ്ടെന്ന് വരെ പറയുന്നത്. അതിന് മുമ്പ് ന്യൂക്ലിയസിന്റെ കാര്യം അറിയത്തില്ല, ഈ 3 പാർട്ടിക്കിൾസ് ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ഒരു ആറ്റത്തിൽ എവിടെയൊക്കെയാണ് ഇരിക്കുന്നത്, അങ്ങനെയാണ് ഈ ആറ്റം മോഡൽസ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് വരുന്നത്. അപ്പൊ ആദ്യത്തെ നിങ്ങൾ കേട്ടുണ്ടായിരുന്ന ഒരു മോഡലാണ് തോംസന്റെ മോഡൽ എന്ന് പറയും. തോംസന്റെ മോഡൽ നമുക്ക് പഠിക്കാനില്ല, നമുക്ക് റൂദർഫോർഡിന്റെ മോഡലോട്ടിട്ടാണ്. എന്നാൽ ഞാൻ ജസ്റ്റ് എന്ന് പറയാം, തോംസന്റെ മോഡൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതേ ഉള്ളൂ. പ്ലം പുഡിംഗ് മോഡൽ എന്നാണ് അതിനെ മറ്റൊരു പേര് പറയുന്നത്. പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ റൈസിൻ പുഡിംഗ് മോഡൽ എന്നൊക്കെ പറയും, വാട്ടർമെലൺ മോഡൽ, ഇങ്ങനെ 3-4 പേരിലൊക്കെ പറയും. എന്ന് വെച്ചാല് അവിടെ ഒരു പോസിറ്റീവ് സി ആണ്. പോസിറ്റീവ് സി എന്ന് വെച്ചാൽ ഒരു ലൈക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. സിമ്പിളി നിങ്ങളുടെ കയ്യിൽ എന്തായിരിക്കുന്നു, ഇപ്പം തണ്ണിമത്തങ്ങ ഇരിപ്പുണ്ട്, പുതിയ വരുന്നുണ്ടെങ്കിൽ ഒറ്റ വെട്ടുകൊടുക്കും, 2 പീസാക്കി നടുക, പീസാക്കിയോ എല്ലാരും? തണ്ണിമത്തം പീസാക്കി. ഇപ്പൊ എങ്ങനെ ഇരിക്കും? ആ കട്ട് ചെയ്ത ക്രോസ് സെക്ഷൻ എങ്ങനെ ഇരിക്കുന്നു?
എങ്ങനെയാണ് ഇരിക്കുന്നത് തണ്ണിമത്തൻ? ഞങ്ങളുടെ നാട്ടിലെ തണ്ണിമത്തനൊക്കെ ചുമന്നിരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഫ്ലഷ്. ഊയ്, നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാ? ആണല്ലേ, ഞാൻ വിചാരിച്ചു നിങ്ങൾ വേറെ ഏതോ നാട്ടിൽ നിന്ന് വന്നതാണ്. അപ്പൊ ഇത് തുടങ്ങി നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ചുമന്നിരിക്കുന്ന കാണാം, ഫ്രഷ് കാണാം. അതിനകത്ത് എന്ത് കാണും? ചെറിയ ചെറിയ കറുത്ത 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 അരി അല്ലെങ്കിൽ കുരു കാണും. അപ്പം ഇതേ സംഭവമാണ്, ഇതേ ഒരു മോഡലാണ് ആര് പ്രപ്പോസ് ചെയ്തത്? തോംസൺ പ്രപ്പോസ് ചെയ്തത്. ഇപ്പൊ നമ്മൾ ഈ തണ്ണിമത്തനകത്ത് നോക്കുമ്പോഴത്തെ ചുവന്ന ഭാഗം കാണുന്നില്ല, ചുവന്ന ഭാഗമാണ് പോസിറ്റീവ്. അതായത് പ്രോട്ടോൺസ് എന്ന് പറയുന്ന സംഭവം അവിടെയാണ്, അത് പോസിറ്റീവ് സി എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനകത്ത് എംബഡ് ചെയ്ത് വെച്ചേക്കാണ് ഇലക്ട്രോൺസ്. അപ്പൊ അവിടെ പ്രോട്ടോണിന്റെ കാര്യം ഇവിടെ പോസിറ്റീവ് എന്നാണ് പറയുന്നത്. പോസിറ്റീവ് സി ആണ്, അതിനകത്ത് ഇലക്ട്രോൺസിനെ എംബഡ് ചെയ്ത് വെച്ചേക്കുക. ആ കുരു ഇരിക്കുന്ന ഇലക്ട്രോൺ ഇരിക്കത്തില്ലേ, അതിങ്ങനെ യൂണിഫോം ആയിട്ടായിരിക്കും കുരുക്കൾ ഇരിക്കുന്നത്. അരി ഇരിക്കുന്നത് യൂണിഫോം ആയിട്ടായിരിക്കും, സ്പേസ് ഇട്ടിട്ട്. അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മള് കണ്ടിക്കുന്ന ഏതാ തണ്ണിമത്തൻ കൃത്യമായിട്ടായിരിക്കും ഇരിക്കണം എന്നില്ല. എന്നാലും നമ്മുടെ മോഡൽ അനുസരിച്ച് ഇങ്ങനെ ഒരു പോസിറ്റീവ് സിയില് ഇലക്ട്രോൺസിനെ എംബഡ് ചെയ്ത് വെച്ചേക്കുക, യൂണിഫോം ആയിട്ട് എംബഡ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ തോംസന്റെ മോഡൽ എന്ന് പറയുന്നത്. തോംസന്റെ മോഡലൊക്കെ അടിപൊളിയായിരുന്നു. പുള്ളിയുടെ മോഡൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പല പാർട്ടിക്കിൾസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പാണ്. ന്യൂട്രോൺസിന്റെ കാര്യം അവിടെ ഡിഫൈൻ ചെയ്യുന്നില്ല, പണ്ടത്തെ മോഡലാണ്. അപ്പം അതില് ആകെപ്പാടെ പുള്ളിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റിയത് ഓക്കെ, സമ്മതിച്ചു. പുള്ളി അങ്ങ് ഒരു എക്സ്പെരിമെന്റ് പോലും നടത്തിയില്ല, ചുമ്മാ അങ്ങ് പറയുമായിരുന്നു, ഗസ് ആയിരുന്നു. അതിലാണെങ്കിൽ ആകെപ്പാടെ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, ഈ പോസിറ്റീവ് സിക്കകത്ത് യൂണിഫോം ആയിട്ട് ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി പുള്ളി എഗ്രി ചെയ്യുന്ന രീതിയിലുള്ള മോഡലായിരുന്നു അല്ലെ. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മീൻസ് പോസിറ്റീവും നെഗറ്റീവും ഈക്വൽ ആയിട്ട് വരുമ്പോഴത്തേക്ക് അതങ്ങ് ക്യാൻസൽ ആയി പോകും. അപ്പൊ ടോട്ടൽ ചാർജ് ഓഫ് ദ ആറ്റം എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെ ഒരു ഒറ്റ കൺസെപ്റ്റ് മാത്രമുണ്ട് നമ്മുടെ തോംസന്റെ മോഡലിൽ. എന്തെങ്കിലും ഒന്ന് കൊള്ളാന്ന് പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇന്ന് ശാസ്ത്രം വളർന്നു കഴിയുമ്പോൾ എന്തെങ്കിലും കൊള്ളാന്ന് പറയാൻ പറ്റുന്നത് അതേ ഉള്ളൂ, പിന്നൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അടുത്ത മോഡലിലേക്ക് പോകുന്നത്. അടുത്ത മോഡലാണ് റൂദർഫോർഡിന്റെ മോഡൽ. റൂദർഫോർഡിന്റെ മോഡല് ഈ പറഞ്ഞ പോലെ തോംസന്റെ മോഡൽ പോട്ടോ അല്ലെങ്കിൽ മറ്റൊരു മോഡൽസ് പോട്ടോ ഒന്നും അല്ലായിരുന്നു. കാരണം ഇദ്ദേഹം ഒരു എക്സ്പെരിമെന്റ് ഒക്കെ നടത്തിയിട്ടാണ്, ചുമ്മാ ചാടി കയറിയിട്ടെ ഇങ്ങനെ ഒരു മോഡലാണ് ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയല്ല ചെയ്തേ. എക്സ്പെരിമെന്റ് നടത്തി പറഞ്ഞാൽ റൂദർഫോർഡിന്റെ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ഇദ്ദേഹത്തിന് 2 ശിഷ്യന്മാരുണ്ട്. അവർ രണ്ടുപേരും കൂടെ കൂടി, ഇവർ 3 പേരും കൂടെ കൂടിയിട്ടുണ്ട് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു. അങ്ങനെ കണ്ടക്ട് ചെയ്തതിൽ അതിന്റെ ഒബ്സർവേഷൻസ് ഉണ്ടല്ലോ, ആ ഒബ്സർവേഷൻസിൽ നിന്നുണ്ടായ കൺക്ലൂഷനിൽ നിന്നുമാണ് എന്ത് റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ വരുന്നത്. ഓക്കെ, ഫേമസ് ആയിട്ടൊരു എക്സ്പെരിമെന്റ് ആണ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്, റൂദർഫോർഡിന്റെ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. അപ്പൊ നമുക്കത് നോക്കാം. ആ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് നോക്കാം. ഇനി ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ഒന്നുകൂടെ നോക്കാം. അപ്പം നോക്കിക്കോ, നിങ്ങൾക്ക് പിക്ചർ കാണാൻ വരുന്നുണ്ടായിരിക്കും. ഇവിടെ എന്താണ് ഒരു ബോക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലെ. ബോക്സ് അതൊരു ലെഡ് കണ്ടെയ്നർ ആണ്. ലെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റേഡിയോ ആക്റ്റീവ് വേവ്സിനെയൊക്കെ അല്ലെങ്കിൽ റേഡിയേഷൻസിനെയൊക്കെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, അതിനാണ് ലെഡ് ബോക്സ് ആണ്. അപ്പം ഈ ഇതിനകത്ത് പുറത്തോട്ട് പോകുന്ന ലെഡ് ഉള്ളതുകൊണ്ട്, ലെഡ് ബോക്സിനകത്തായതുകൊണ്ട് ബാക്കി സൈഡിൽ കൂടെ ഒക്കെ പോകുന്നതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. ഈ ബോക്സ് അബ്സോർബ് ചെയ്യും. ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്, ആ ഹോളിന്റെ അകത്തൂടെ മാത്രമേ റേഡിയേഷൻസ് പുറത്തോട്ട് വരത്തുള്ളൂ. ആൻഡ് ഇതിനകത്ത് ഈ ഒന്നെന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്നത് എന്താണ്? അതാണ് സോഴ്സ്, ആൽഫ പാർട്ടിക്കിളിന്റെ സോഴ്സ്. ഈ ആൽഫ പാർട്ടിക്കിളിന്റെ സോഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയ ആയിരിക്കും. ലൈക്ക് യുറേനിയം ആയിരിക്കാം, പ്ലൂട്ടോണിയം ആയിരിക്കാം, അങ്ങനെ ഏതെങ്കിലും ഒരു റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയ ആയിരിക്കും. ഈ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയ എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് ആറ്റംസ് ഉണ്ട്. ചില ആറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഹാഫ് ടൈം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിക്കും. ലൈക്ക് റേഡിയേഷൻ സംഭവിച്ച് ഡി കെ എന്ന് പറഞ്ഞ് പഠിക്കും. അപ്പം ഈ ഒരു ആറ്റം ഉണ്ടെങ്കിൽ ആ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ഇങ്ങനെ ഡി കെ ആയി പോകുക എന്ന് പറഞ്ഞാൽ പല പാർട്ടിക്കിൾസ് ആയിട്ട്, ആൽഫ ബീറ്റ പാർട്ടിക്കിൾസ് ആയിട്ടൊക്കെ ഇങ്ങനെ പോകും. അപ്പൊ അങ്ങനെ പോകുമ്പോൾ അതിനകത്തുള്ള ഒരു പാർട്ടിക്കിളാണ് ആൽഫ എന്ന് പറയുന്നത്. ആൽഫ പാർട്ടിക്കിൾ വേറെ ഒന്നുമല്ല, എന്താണ്? നമ്മുടെ ഹീലിയം പാർട്ടിക്കിൾസ് ആണ്. ഹീലിയം He2 4 അല്ലെ. ഹീലിയം പാർട്ടിക്കിൾസിനാണ് പോസിറ്റീവ് ആണ്. അവരുടെ ചാർജ്, ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. ആ ഹീലിയം പാർട്ടിക്കിൾസ് ആണ് ഇവിടുന്ന് പുറത്തോട്ട് വരുന്നത്. ഇത് സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞത്? ഇതൊരു റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയ ആണ് ഈ ഒന്നെന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്നത്. അതിനകത്തുനിന്നായിരിക്കും ആ ഡി കെ നടക്കുന്നതുകൊണ്ടാണ് ഈ പുറത്തോട്ട് എന്ത് വരുന്നത്?
എന്ത് വരുന്നത്? പുറത്തോട്ട് എന്തുപാടെ വരുന്നേ? ആൽഫ പാർട്ടിക്കിൾ വരുന്നത്. Radiations. ആൽഫ പാർട്ടിക്കിൾ വരുന്നത്. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്തുവാ? പോസിറ്റീവ് ഹീലിയം അല്ലെ? ഹീലിയം അയോൺസ് ആണ്. ഹീലിയം അയോൺസ് ആണ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടെന്ന് കാണിക്കുന്ന ആ ലെഡ് ബോക്സ് ആണ്. ഇനി എന്നിട്ട് ഈ റേഡിയേഷൻ ഇങ്ങനെ വരുന്നു. റേഡിയേഷൻ വരുമ്പം ഈ ഒരു സ്ട്രിപ്പ് കാണുന്നുണ്ട് ഇങ്ങനെ. ഈ 4 എന്ന് പറഞ്ഞ എഴുതിയിരിക്കുന്ന സ്ട്രിപ്പ് കണ്ടോ? ഈ ഒരു സ്ട്രിപ്പ് കാണുന്നുണ്ടോ ഈ സ്ട്രിപ്പ്? കണ്ടു ഉണ്ട് സാർ. sir. ആ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഡിറ്റക്ടർ ആണ്. ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും വന്ന് ആ ഡിറ്റക്ടറിൽ എവിടെയെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഇലൂമിനേഷൻ ഉണ്ടാവും. അപ്പൊ നമുക്ക് ആ റേഡിയേഷൻ വന്ന് അവിടെ ഒന്ന് ഹിറ്റ് ചെയ്തൊന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ആ സ്ട്രിപ്പ് വെച്ചേക്കുന്നത്. ഡിറ്റക്ടർ എന്ന് പറയും. ഇനി 5ാമതായിട്ട് കാണിച്ചേക്കുന്ന സംഭവമാണ് ഗോൾഡ് ഫോയിൽ. ഗോൾഡ് ഫോയിൽ. അപ്പൊ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് നടത്തിയത് ഈ ഗോൾഡ് ഫോയിലാണ്. ഗോൾഡ് ഫോയിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് റിയലി തിൻ, വളരെ തിന്നായിരുന്നു. നാനോമീറ്റേഴ്സ് മാത്രം കട്ടിയുള്ള ഒരു വളരെ തിന്നായിട്ടുള്ള ഒരു ഫോയിലായിരുന്നു. ഓക്കെ, തിന്നായിട്ടുള്ള ഫോയിൽ. എന്നിട്ട് ആ തിന്നായിട്ടുള്ള ഫോയിലോട്ടാണ് ഈ സംഭവം ഇങ്ങനെ വന്ന് ഇടിക്കുന്നത്. കണ്ടോ? ഈ ഇങ്ങനെ വന്നിട്ട് ഇതിനകത്ത് വന്ന് ഇടിക്കുക, ബൊമ്പാഡ് ചെയ്യുക. ബൊമ്പാഡ് ചെയ്ത് കഴിയുമ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് പിന്നെ ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ നിങ്ങൾക്ക് വര കണ്ടാൽ അറിയാം. അതിനകത്ത് ആ വര നേരെ വന്ന് ഇടിച്ചു കഴിഞ്ഞപ്പം മിക്കവാറും ഉള്ളത് അതേപോലെ തന്നെ പോയി. കണ്ടോ? ഒരു വേരിയേഷനും ഇല്ലാതെ അങ്ങ് പോയേക്കോ. കണ്ടോ? ഏറ്റവും കൂടുതൽ അങ്ങനെ തന്നെ അങ്ങ് പോവായിരുന്നു. വളരെ കുറച്ച് മാത്രം, കുറച്ചുകൂടെ വളരെ കുറച്ച് അതിനേക്കാൾ ഈ പോകുന്ന മോസ്റ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് നേരെ അങ്ങ് പോയെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ? ആൽഫ പാർട്ടിക്കിൾസ് നേരെ അങ്ങ് പോയി. വളരെ കുറച്ച് മാത്രമാണ് ഇങ്ങനെ പല ആംഗിൾസിലായിട്ട് പോയി. അതിനേക്കാളും വളരെ കുറച്ച് മാത്രമാണ് ഈ ഒരു ആംഗിളിലൊക്കെ പോയി. കണ്ടോ? 90 ഡിഗ്രി ആംഗിളിലൊക്കെ പോയി. ആൻഡ് വളരെ, അതായത് മില്യണിൽ 1 മാത്രം പുറകോട്ട് ഇങ്ങനെ പോയി. പുറകോട്ട് അതിനേക്കാളും വളരെ കുറവാണ്. റെയർ ആയിട്ട് മാത്രം എന്ത് പോയി? നേരെ ബാക്കിലോട്ട് പോയി. 180 ഡിഗ്രി പോയി. അപ്പം ഇതായിരുന്നു നമ്മുടെ എക്സ്പെരിമെന്റൽ ഒബ്സർവേഷനും ഇതായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് തോംസന്റെ മോഡൽ പ്രകാരം നമുക്കറിയുന്നതാണ്. കണ്ട് ഇങ്ങനെ ഒരു പോസിറ്റീവ് സി, അതിനകത്ത് ഇലക്ട്രോൺസ് യൂണിഫോം ആയിട്ട് അല്ലെ, ഈക്വൽ സ്പേസിംഗിൽ ഇങ്ങനെ ഇലക്ട്രോൺസ് ഇരിപ്പുണ്ട് എന്നറിയാം. അപ്പൊ ആ ഒരു മോഡൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും സംഭവിക്കേണ്ടത്? നമ്മുടെ ഇതിങ്ങനെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോവുക ചെയ്യേണ്ട അല്ലെ? ഒന്നും തൊടാതെ ഇങ്ങനെ മീൻസ് ഒരു ഡിഫ്ലക്ഷൻ ഇല്ലാതെ നേരെ പോവുക ചെയ്യേണ്ടത് പാർട്ടിക്കിൾസ്. അതായത് മൊത്തം പാർട്ടിക്കിൾസ് നേരെ പോകണം തോംസന്റെ മോഡൽ പ്രകാരമാണെങ്കിൽ. അതായത് ഇപ്പൊ ഈ കാണിക്കുന്ന ആൽഫ പാർട്ടിക്കിൾ ഇവിടെ ഇരിപ്പുണ്ട്, ഗോൾഡ് ഫോയിൽ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ തന്നെ പോകും. ഡിറ്റക്ടർ ഇവിടെ ഇരിപ്പുണ്ട്, ഡിറ്റക്ടർ ഇവിടെ മാത്രമേ ഡിറ്റക്ട് ചെയ്തുള്ളൂ. ഓക്കെ. പക്ഷെ റൂദർഫോർഡ് മോഡൽ വെച്ചിട്ട് മോഡൽ പിന്നാണ് വരുന്നത്. അപ്പം റൂദർഫോർഡ് ചെയ്ത് ശരിക്കും പറഞ്ഞ കൺസെപ്റ്റ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ മോഡലിന്റെ രീതിയിലല്ല വന്നേക്കുന്നത്. എക്സ്പെരിമെന്റ് റിസൾട്ട് അങ്ങനെയല്ല വന്നേക്കുന്നത്, ഈ ഒരു മോഡലിന്റെ രീതിയിലാണ് വന്നേക്കുന്നത്. കാരണം വളരെ കുറച്ച് മാത്രം സെൻട്രൽ പോർഷനിൽ വളരെ കുറച്ച് മാത്രം ഈ ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് ഒബ്സർവേഷൻസ് ഒന്നുകൂടെ നോക്കാം. ഇവിടുത്തെ ഒബ്സർവേഷൻസ് ഒന്നുകൂടെ നോക്കാം. നോക്കിയോ. അപ്പം ഒന്നാമത്തെ മോസ്റ്റ് ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് 99% അല്ലെ പാസസ് ത്രൂ ഇറ്റ് വിത്തൗട്ട് എനി ഡീവിയേഷൻ. നമ്മൾ പറഞ്ഞു അല്ലെ, എല്ലാ പാർട്ടിക്കിൾസും, മിക്കവാറും എല്ലാ പാർട്ടിക്കിൾസും നേരെ അങ്ങ് കടന്നു പോയി. അവിടെ ഡിഫ്ലക്ഷൻ പോലും ഉണ്ടായില്ല, നേരെ അങ്ങ് കടന്നു പോയി. 99% അങ്ങനെ കടന്നു പോയി. ഇനി വളരെ കുറച്ച് മാത്രം ആൽഫ പാർട്ടിക്കിൾസ് മാത്രം ചെറിയ ഡിഫ്ലക്ഷനിൽ കടന്നുപോയി. ചെറിയ ഡിഫ്ലക്ഷൻ, ഒന്ന് ഇടിച്ചു, എന്തോ ചെറിയൊരു ആരോ ഒന്ന് തള്ളി ഒരു ഫോഴ്സ് കൊടുത്തു, അപ്പൊ ചെറുതായിട്ട് നോക്കി. ഇനി അതിനേക്കാളും വളരെ 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 കുറച്ച് എന്ത് ചെയ്തു? 180 ഡിഗ്രി ഒക്കെ തിരിഞ്ഞു പോയി, പുറകോട്ട് തിന്നു. അത് ഇടിച്ച് നേരെ പുറകോട്ട് ബൗൺസ് ബാക്ക് ചെയ്യും. ഓക്കെ, ഇതായിരുന്നു ഒബ്സർവേഷൻ. സോ ഇതിൽ നിന്നുള്ള കൺക്ലൂഷൻസ് നമ്മൾ നോക്കാം. ആ കൺക്ലൂഷൻസിൽ നിന്നാണ് ഈ ആറ്റം മോഡൽ പ്രപ്പോസ് ആവുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ ഈ ഇലക്ട്രോൺ ഈ അടിച്ച ആൽഫ പാർട്ടിക്കിൾസ് എല്ലാം വെറുതെ പോയെന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ? വെറുതെ പോയെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഞാനിപ്പോ പറയാം. നിങ്ങളെല്ലാം ഇങ്ങനെ ഒരു ഹോളിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഞാൻ ഭയങ്കര ഓട്ടക്കാരനും ചാട്ടക്കാരനും ഒക്കെയാണ്. ഓക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഒരൊറ്റ ഓട്ടം ഓടി വന്നു. നിങ്ങള് നിൽക്കുവാണെങ്കിൽ, നിങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് വലിയ പ്രയാസമായിരിക്കും അതിലൂടെ അല്ലേ? അതായത് നിങ്ങളൊരു 100 പേരുണ്ടായിരുന്നു, ഹോളിൽ ഇങ്ങനെ നിറച്ച് നിൽക്കുകയാണ്. ഞാൻ ഒരാളാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഓടി നേരെ എനിക്ക് അപ്പുറത്തെ ഹോളിന്റെ അങ്ങേ അറ്റത്ത് വരാനാണ്. നിങ്ങളെല്ലാം നടുക്ക് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓടുമ്പോൾ പ്രയാസമാണ്. ഞാൻ ഓരോ ആളെ ഇടിക്കാതെ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് ഓടേണ്ടി വരും അല്ലെ? അപ്പൊ അവിടെ സത്യം പറഞ്ഞാൽ ഇടിച്ചു കഴിഞ്ഞാൽ ഡിഫ്ലക്ഷൻ ആയിരിക്കും, തെറിച്ച് ഞാൻ പോകും അല്ലെ? ഒരാളെ ഇടിച്ച് നേരെ അടുത്ത ആളെ ഇടിച്ച് പിന്നെ ചെള്ളക്കടി കൊണ്ട് എന്തുമായിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും പോവുക, ഡിഫ്ലക്ഷൻ അവിടെ ഉണ്ടാവും
അല്ലെ? അതേസമയം നിങ്ങൾ ഈ 100 പേരിന് പകരം അവിടെ ഹോൾഡ് 10 വരെ ഉള്ളായിരുന്നു. സോ എന്താണ് അവിടെ മൊത്തം എനിക്ക് ഓടാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളാണ്. എനിക്ക് നേരെ വേണേൽ ഓടാൻ, എനിക്ക് നേരെ ആ പാത്രത്തിൽ ആരും കാണത്തില്ല, സുഖമായിട്ട് കിടന്നോടാം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അവിടെ അതേ ഒരു അവസ്ഥയല്ലേ ഇപ്പൊ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തപ്പോഴും വന്നത്. അതായത് എല്ലാ പാർട്ടികളും, മിക്കവാറുള്ള പാർട്ടികൾസ് എല്ലാം സുഖമായിട്ട് കടന്നുപോയി, വളരെ കുറച്ച് മാത്രമേ ഇടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? ആ ആറ്റം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എക്സ്ട്രീംലി ഹോളോ. ഹോളോ മീൻസ് സ്പേസ് ആണ്, അല്ലെങ്കിൽ എന്താ അവിടെ ഒന്നും ഇല്ലെന്നർത്ഥം, എം ടി ആണ്. അപ്പൊ ഹോളോ ആൻഡ് എം ടി സ്പേസ് ആണ് ഒരു ആറ്റത്തിനുള്ളതെന്ന് അങ്ങനെ നമുക്ക് മനസ്സിലായി. ഇനി അതിനകത്ത് വളരെ കുറച്ച് മാത്രം ഡിഫ്ലക്ട് ചെയ്യുന്നു പറഞ്ഞു. ആ ഡിഫ്ലക്ട് ചെയ്യുന്നത് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? അതിനൊരു ഈ പറഞ്ഞ പോലെ ഇലക്ട്രോൺസിനെ സംബന്ധിച്ച് ഇലക്ട്രോൺസിന് ഡിഫ്ലക്ട് ചെയ്യാനുള്ള കഴിവില്ല. ഇലക്ട്രോൺസിന്റെ ചാർജ് വളരെ കുറവാണ്, മാസ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഈ ആൽഫ പാർട്ടിക്കിൾസിന് ഡിഫ്ലക്ട് ചെയ്യാനുള്ള കഴിവില്ല. പക്ഷെ എന്തോ ഒരു ഹെവി ആയിട്ടൊരു പോസിറ്റീവ് ചാർജ് എവിടെയോ ഉണ്ട്. കാരണം ഇലക്ട്രോണിനെ ഈ പറഞ്ഞ ആൽഫ പാർട്ടിക്കിൾസ് പോസിറ്റീവ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ ആ പോസിറ്റീവിനെ ഡിഫ്ലക്ട് ചെയ്യാൻ കഴിവുള്ള ആർക്കായിരിക്കും? പോസിറ്റീവിന് തന്നെയാണ്, അല്ലെ? പോസിറ്റീവ് അല്ലേ റിപ്പൽഷൻ ഉണ്ടാകുക, അല്ലേ? അതെ. പോസിറ്റീവ് റിപ്പൽഷൻ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പാർട്ടിക്കിൾസ് വരുമ്പോൾ അതിനെ റിഫ്ലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ഡിഫ്ലക്ട് ചെയ്യാനുള്ള കുറച്ചെങ്കിലും കഴിവുള്ള ആരോ ഉണ്ട് അതിനകത്ത്. അതാണ് നമ്മൾ പിന്നീട് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ് വിളിച്ചത്. അതായത് ഹെവിലി പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള റീജിയൻ ആണ് എന്ന് പറഞ്ഞാൽ അത് ഒരുപാടൊന്നും ഇല്ലതായിരുന്നു. അത് വളരെ കുറച്ച് ഒരു ചെറിയ സ്പേസിൽ ഒതുങ്ങുന്ന ഒരു സാധനമാണ്, അല്ലെ? അതുകൊണ്ടാണ് വളരെ കുറച്ച് മാത്രം ഡിഫ്ലക്ട് ബാക്ക് ചെയ്തത്. അതിന് അടുത്തൂടെ പോകുന്നത് മാത്രമാണ് നമ്മൾ കുറച്ചും നല്ല പിക്കിൽ കാണാൻ പറ്റും. അതിന് അടുത്തൂടെ പോകുന്ന മാത്രമാണ് ചെറിയ ഡിഫ്ലക്ഷൻ കാണിച്ചേക്കുന്നത്, കണ്ടോ? അതിന് അടുത്തൂടെ പോകുമ്പോഴാണ് ആൽഫ പാർട്ടിക്കിൾ പോസിറ്റീവ് ആണ്, പോസിറ്റീവ് റിപ്പൾഷൻ വന്നിട്ടാണ് ഇങ്ങനെ പോകുന്നത്, കണ്ടോ? ഈ ഒരു കൺസെപ്റ്റ് ആണ് നമ്മുടെ റൂദർഫോർഡിന്റെ മോഡൽ. മനസ്സിലായോ? മോഡൽ ഒന്ന് നോക്കിയോ. റൂദർഫോർഡിന്റെ മോഡൽ പറയുന്നത് ആറ്റം കൺസിസ്റ്റ് ഓഫ് ഹെവിലി പോസിറ്റീവ്ലി ചാർജ്ഡ് കോർ, ദാറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോൺസും ന്യൂട്രോൺസും ആണെന്ന് പറഞ്ഞു. അതാണ് ന്യൂക്ലിയോൺസ്. കാരണം പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ കാര്യം പറഞ്ഞാൽ പുള്ളിയുടെ ഈ ഒരു ഇത് വന്നപ്പോഴത്തേക്ക് അവിടെ ന്യൂട്രോൺ കണ്ടുപിടിച്ചിരുന്നു ജെയിംസ് ചാഡ്വിക്, അല്ലെ? അപ്പം എന്താ പറയുന്നത്, ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിനകത്ത് ന്യൂക്ലിയോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിന് പുറത്ത് ഹോളോ ആയിട്ടുള്ള റീജിയൻ ഉണ്ട്. ഹോളോ മീൻസ് അവിടെ സ്പേസ്, എം ടി സ്പേസ് ആണ്. എക്സ്ട്രാ ന്യൂക്ലിയർ റീജിയൻ എന്ന് പറയാം. ന്യൂക്ലിയസിന് പുറത്തുള്ളതാണ് എക്സ്ട്രാ, അകത്താണ് ഇൻട്രാ ന്യൂക്ലിയർ എന്ന് പറയാം. അപ്പൊ ഇതിന് പുറത്ത് എന്തുണ്ട്? ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റ് ആണ് നമ്മുടെ ഏത് റൂദർഫോർഡിന്റെ മോഡൽ. ഇതിന് മറ്റൊരു പേരൂടെ പറയാറുണ്ട്, പ്ലാനറ്ററി മോഡൽ എന്നും പറയാറുണ്ട്. റൂദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡൽ. എന്തുകൊണ്ടാണ് പ്ലാനറ്ററി മോഡൽ എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ സിസ്റ്റം ഉണ്ടല്ലോ, സോളാർ സിസ്റ്റത്തിലെ ഇങ്ങനെ സൂര്യനാണ് ഇപ്പം ഇവിടുത്തെ ന്യൂക്ലിയസിലിരിക്കുന്നത്. ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് വെച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത്. എന്താണ്? ന്യൂക്ലിയസ് നടുക്കിയിരിക്കുന്നു, അതിന് ചുറ്റും പ്ലാനറ്റ്സ്, ഐ മീൻ സൂര്യൻ നടുക്കാണ്, അതിന് ചുറ്റും എങ്ങനെയാണോ പ്ലാനറ്റ്സ് കിടന്ന് കറങ്ങുന്നത് അതേപോലെ തന്നെയാണ് ഇലക്ട്രോൺസ് ന്യൂക്ലിയസ് ചുറ്റും കിടന്ന് കറങ്ങുന്നതെന്നാണ് ഈ ഒരു കൺസെപ്റ്റ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഈ ഇലക്ട്രോൺസിന്റെ, നമ്മൾ ഈ സോളാർ സിസ്റ്റത്തിൽ തന്നെ പ്ലാനറ്റ്സിന്റെ ആ ഒരു പാത്തിനെ പറയുന്ന ഒരു പേരുണ്ടല്ലോ, ഓർബിറ്റ്സ് എന്ന് പറയത്തില്ലേ? ഓർബിറ്റ്സ് കേട്ടിട്ടുണ്ടോ? ഇവിടെ ഞാൻ മാത്രമേ കേട്ടിട്ടുള്ളൂ, പിള്ളേർ ബോറാണ്. കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതേ സംഭവം പേര് തന്നെയാണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. എവിടെയും കൊടുത്തേക്കുന്നത് ഈ പ്ലാനറ്ററി മോഡലില് നമ്മുടെ റൂദർഫോർഡും കൊടുത്തേക്കുന്നത്, ഐ മീൻ ഈ പറഞ്ഞ ഇലക്ട്രോൺസിന്റെ പാത്തിന് ഓർബിറ്റ്സ് എന്നാണ്, സർക്കുലർ പാത്താണ്, അതിന് ഓർബിറ്റ്സ് എന്ന് പേര് കൊടുത്തു. അപ്പൊ ഇത്രയൊക്കെയാണ്. അതുപോലെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. എങ്ങനെ ചോദിച്ചാൽ ന്യൂക്ലിയസിനുള്ളിൽ എത്ര പ്രോട്ടോൺസ് ഉണ്ടോ ആ സെയിം നമ്പർ ഈക്വൽ ആയിരിക്കും നമ്മുടെ ചുറ്റും കിടന്ന് കറങ്ങുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം. അതായത് ന്യൂക്ലിയസിനുള്ളിൽ 8 പ്രോട്ടോൺ ഉണ്ടെന്നിരിക്കട്ടെ, പുറത്തുകൂടെ കിടന്ന് കറങ്ങുന്ന ഇലക്ട്രോൺസും 8 ആയിരിക്കും. സോ അതൊരു ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. സോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. ആരാണ് എക്സ്പ്ലെയിൻ ചെയ്തത്? റൂദർഫോർഡ്. അതുപോലെ ഇനി ഈ സർക്കുലർ പാത്ത് ഇങ്ങനെ കിടന്ന് കറങ്ങുമ്പോൾ ഹു പ്രൊവൈഡ്സ് ദാറ്റ്, ഇങ്ങനെ കറങ്ങാനുള്ള ഒരു ഫോഴ്സ് നമുക്ക് കൊടുക്കണമല്ലോ, അല്ലേ? ഏതാ? സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്ന് പറയത്തില്ലേ? ഇങ്ങനെ കറങ്ങുമ്പോൾ അതിനെ പിടിച്ചു നിർത്തണമല്ലോ. നമ്മളൊരു ഇപ്പം ലൈക്ക് ഒരു കയറിട്ട് നമ്മളെ ഒരു കല്ലെ കെട്ടി ഇങ്ങനെ കിടന്ന് കറക്കുമ്പോൾ ആ കല്ലിങ്ങനെ ആ സർക്കുലർ മോഷൻ നിൽക്കാൻ കാരണം എന്താ? ആ നമ്മുടെ വള്ളിയും കല്ലുമായിട്ടുള്ള ഒരു ടെൻഷൻ. ആ ടെൻഷൻ ഉള്ളതുകൊണ്ട്. ടെൻഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കൈ വിട്ട് കഴിഞ്ഞാൽ നേരെ തെറിച്ചങ്ങ് പോകത്തില്ലേ?
തെറിച്ചു പറഞ്ഞാൽ അതിന്റെ ടാൻജൻഷ്യലായിട്ട് തെറിച്ചു പോകും. അതേ അവസ്ഥയാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ ഇലക്ട്രോണും പ്രോട്ടോണും ഇങ്ങനെ, അതായത് ഇതാണ് ന്യൂക്ലിയസ് വിട്ട് എന്തുകൊണ്ട് ഇലക്ട്രോൺ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇടയ്ക്ക് എന്തുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് ആണ്, അതിനിടയ്ക്ക് എന്തുണ്ടേ, പോസിറ്റീവ് നെഗറ്റീവ് ആണ്, എന്തുണ്ട് അതിനിടയ്ക്ക്, അയ്യോ ഫോഴ്സ് ഉണ്ട്. എന്തോ ഫോഴ്സാ, അട്രാക്റ്റീവ് ഫോഴ്സാ അല്ലെ. അൺലൈക്ക് ചാർജസ് അട്രാക്ട് വയൽ ലൈക്ക് ചാർജസ് റിപ്പൽ എന്നൊക്കെ പഠിച്ചോ നിങ്ങൾ? ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ +2 പഠിച്ചു തുടങ്ങിയല്ലേ അല്ലേ? അയ്യോ പോയി. അപ്പം ഇതുകൊണ്ട് ഇവര് തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ആ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഇതിങ്ങനെ കറങ്ങാനുള്ള സെൻട്രിപീറ്റൽ ഫോഴ്സ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. മനസ്സിലായോ? മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്, ഇത്രയാണ് റൂദർഫോർഡിന്റെ മോഡലുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനിയും പുള്ളിയുടെ മോഡൽ വാസ് എ സക്സസ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇല്ല, നമ്മൾ നേരത്തെ പഠിച്ചില്ല. 10ാം ക്ലാസ് വരെ നിങ്ങൾ പഠിച്ചത്. ഇത് കഴിഞ്ഞിട്ട് ബോർ മോഡലിലോട്ട് കയറിയായിരുന്നു. ഇത് തെറ്റുണ്ടെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്നാലും നിങ്ങളൊക്കെ ഈ മോഡൽ തന്നെ, ഇതുപോലത്തെ ഒരു മോഡൽ തന്നെയാണ് നിങ്ങളെല്ലാം മനസ്സിൽ വെച്ചിരിക്കുന്നത്. ആറ്റെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തോ ആണ്. ഞാനും 12ാം ക്ലാസ്സിൽ 15ാം ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പൊക്കെ കയറിയപ്പോഴൊക്കെ ആദ്യമൊക്കെ എനിക്ക് ഇങ്ങനെയായിരുന്നു. ക്ലിയർ ഒരു പിക്ചർ കിട്ടിയിട്ടില്ല. പലരും പഠിപ്പിക്കുമ്പോഴും പല ടീച്ചേഴ്സും പഠിപ്പിക്കുമ്പോഴും നമുക്കത് ക്ലിയർ പിക്ചർ തരാൻ പറ്റുന്നില്ല. അവരൊക്കെ എന്തോ പുസ്തകം മാത്രം പറഞ്ഞു പോവുക ചെയ്യുന്നത്. പക്ഷെ ചിലരുണ്ട് നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന. എനിക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു, നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്തിനായിട്ട് നമുക്ക് ഈ പറഞ്ഞ ഈ മോഡലും ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനും എന്തുണ്ട്, ഒരു ഡ്രോബാക്ക് കാണണമല്ലോ. കാണുമോടെ? സോ ദാറ്റ് ഡ്രോബാക്ക് ആണ് നിങ്ങൾക്ക് ഈ പിക്ചർ കാണാൻ പറ്റുന്നത്. നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ തിയറി പ്രകാരം എന്താണ്, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ആക്സിലറേറ്റ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഷുഡ് റേഡിയേറ്റ് എനർജി. എനർജി റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എനർജി റേഡിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സർക്കുലർ പാത്തിൽ കിടന്ന് കറങ്ങാൻ പറ്റത്തില്ല. ലൈക്ക് ഇപ്പൊ ഇതിനകത്ത് പറയുന്ന പോലെ നമ്മൾ പറഞ്ഞു സെൻട്രിപീറ്റൽ ഫോഴ്സ് mv²/r, അതാണ് ഇക്വേഷൻ. അപ്പൊ ഈ സെൻട്രിപീറ്റൽ ഫോഴ്സ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിനർത്ഥം എന്താണ്, അവിടെ ആക്സിലറേറ്റിംഗ് ആണ്. ആ ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. ഈ പറഞ്ഞ സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഉള്ളിലോട്ട് ആരുണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ടായിട്ട് ഉള്ളിലോട്ടും വരുന്നില്ല, പുറത്തോട്ട് പോകാതിരിക്കാൻ കാരണം ഈ പറഞ്ഞ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൊടുക്കുന്ന സെൻട്രിപീറ്റൽ ഫോഴ്സ് ആണ്. ഇങ്ങനെ നിൽക്കാൻ കാരണം, ആ പാത്തിൽ ഇങ്ങനെ നിൽക്കാൻ കാരണം അതിന് എനർജി കിട്ടുന്നതെന്ന് പറഞ്ഞാല് അവിടെ ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ആക്സിലറേഷൻ ഉണ്ടോണ്ടാണ്, ആ പാർട്ടിക്കിളിന് ആക്സിലറേറ്റിംഗ് ആയതുകൊണ്ടാണ്. അപ്പൊ ഈ ആക്സിലറേറ്റ് ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യുവാണെങ്കിൽ അതിൽ നിന്ന് എനർജി റിലീസ് ചെയ്തുകൊണ്ടിരിക്കും, പുറത്തോട്ട് പോയിക്കൊണ്ടേയിരിക്കും. എനർജി കുറഞ്ഞു വരും. ലൈക്ക് നമ്മളിങ്ങനെ കിടന്ന് ഓടുവാന്നിരിക്കട്ടെ, നമ്മൾ ആക്സിലറേറ്റ് ചെയ്യുക, നമ്മൾ ഓടുവാണെങ്കിൽ നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ എനർജി ലോസ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. ഇല്ലേ? സ്റ്റാമിന ഉള്ളവരുണ്ട് ഇവിടെ. സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ എനർജി ഇങ്ങനെ ലോസ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അതേപോലെ തന്നെ ഈ ഇലക്ട്രോൺ ഇങ്ങനെ ചുറ്റും കിടന്ന് കറങ്ങുന്ന സമയത്ത് ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഏതൊരു ചാർജ് പാർട്ടിക്കിൾ ആയിട്ടെ അത് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന പറഞ്ഞ് ക്ലാസിക്കൽ മെക്കാനിക്സ് തിയറി പ്രകാരം അങ്ങനെയാണ്. ആക്സിലറേറ്റ് ചെയ്യുന്നതോറും അതിന്റെ എനർജി റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എനർജി റേഡിയേറ്റ് കഴിഞ്ഞാൽ എനർജി ഉണ്ടെങ്കിൽ ഈ ഒരു പാത്തിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റത്തുള്ളൂ. എനർജി കുറയുവാണെങ്കിൽ പാത്ത് ഇങ്ങനെ ചുരുങ്ങി വരും. അത്രയും എനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു പടം കണ്ടോ. അപ്പൊ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്ന ആറ്റമായിരുന്നു ശരിക്കും ഇലക്ട്രോൺ ഇങ്ങനെ പോകേണ്ടതാണ്. പക്ഷെ നമ്മുടെ തിയറി പ്രകാരം ആക്സിലറേറ്റ് ആണ് അതിന്റെ എനർജി കുറഞ്ഞു വരുമ്പോഴത്തേക്ക് അതിന്റെ സർക്കുലർ പാത്തിലെ റേഡിയസും കുറഞ്ഞു വരും. കാരണം എനർജി ഉണ്ടെങ്കിൽ ഈ അട്രാക്ഷൻ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അട്രാക്ഷൻ ഉണ്ടായിട്ടും ഈ ഒരു സർക്കുലർ പാത്തിൽ നിൽക്കണം എന്ന് പറഞ്ഞാൽ അതിന് എനർജി വേണം. അട്രാക്ഷൻ എപ്പോഴും അങ്ങോട്ട് അകത്തോട്ടാണ്. അകത്തോട്ട് വാടാ മോനെ ചക്കര എന്ന് പറഞ്ഞിട്ടാണ് ഈ ന്യൂക്ലിയസ് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണെ. ഓക്കെ, സോ ഇതിങ്ങനെ പിടിച്ചു നിൽക്കണം എന്നിട്ട് തന്നെ പിടിച്ചു നിൽക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ എന്ത് വേണം, എനർജി വേണം. പക്ഷെ ആക്സിലറേറ്റീവ് ആണെങ്കിൽ എനർജി ലോസ് ആവുമെന്നാണ് ആര് പറയുന്നത്, ക്ലാസിക്കൽ മെക്കാനിക്സ് പറയുന്നത്. സോ ദാറ്റ് മീൻസ് ഇങ്ങനെ റേഡിയസ് ചുരുങ്ങി എവിടെ വരണം, നമ്മുടെ ന്യൂക്ലിയസ് വന്ന് ഇടിക്കണം, ന്യൂക്ലിയസ് വന്ന് പതിക്കും. അങ്ങനെ വരികയാണെങ്കിൽ ആറ്റം എന്തായി, ആറ്റം ഷ്രിങ്ക് ആയി, ആറ്റം കൊളാപ്സ് ആയി എന്നൊക്കെ പറയാം അല്ലേ. സോ നമ്മൾ ഇത്രയും പറഞ്ഞ റൂദർഫോർഡിന്റെ മോഡൽ എന്തായി, കൊളാപ്സിലായി. റൂദർഫോർഡിന്റെ മോഡൽ പറയുന്നത് ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസ് ചുറ്റും ഇലക്ട്രോൺസ് കിടന്ന് കറങ്ങുന്നു. സോ ഈ ഒരു കൺസെപ്റ്റ് ആണെങ്കിൽ അതിനകത്ത് ഒന്നും കാണത്തില്ല. നമ്മുടെ ഏകദേശം നമ്മുടെ ആരുടെ കൺസെപ്റ്റ് പോലെ ആയിപ്പോ, ആരാടെ തോംസന്റെ മോഡൽ പോലെ ആയിപ്പോ. എന്ന് വെച്ചാൽ ന്യൂക്ലിയസിനകത്ത് വന്ന് ഇലക്ട്രോൺ പതിച്ച് കിടക്കുക, അതേ ഉള്ളൂ. ഏത് കൺസെപ്റ്റ്, മറ്റേ പുള്ളിയുടെ കൺസെപ്റ്റ് മനസ്സിലാകുന്നുണ്ടോ? അപ്പം
അതുപോലെ ഇലക്ട്രോൺസ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളും ഇലക്ട്രോണിന്റെ എനർജി ഇതൊന്നും ആരെ കൊണ്ട് പറയാൻ പറ്റിയില്ല. റൂദർഫോർഡിന്റെ മോഡലിനെ പറയാൻ പറ്റിയില്ല. പക്ഷെ കഷ്ടമായി പോയി. ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ പുള്ളിയെ നമസ്കരിക്കണം. കാരണം വെച്ചാൽ പുള്ളി ഒരു എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തിട്ടാണ്, ചുമ്മാ ഒന്നും പറയാമല്ലായിരുന്നു. അൽഫ സ്കാറ്ററിംഗ് എക്സ്പീരിയൻസ് ചെയ്തു, അതിന്റെ ഒബ്സർവേഷൻസ് അതിന്റെ കൺക്ലൂഷൻസ് അങ്ങനെ ഒരു ഇതാണ് പുള്ളി കൊണ്ടുവന്നു. സോ വളരെ മഹനീയമായ ഒരു പ്രവൃത്തിയായിരുന്നു. എന്നാലും നമുക്ക് ആ സയൻസ് അങ്ങനെയാണ്. എത്ര കഷ്ടപ്പെട്ട ഒരാൾ എന്ത് തിയറി ഉണ്ടാക്കിയാലും അത് തെറ്റാന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതിന്റെ പുറകെ വെച്ച് പിടിച്ചുകൊണ്ടിരിക്കത്തില്ല. നേരെ അടുത്ത ആ ശരിയായ തിയറിയാണോ അതിലേക്ക് പോകും. നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ റീസണിങ് ആണ്. സയൻസ് എന്ത് പറയുന്നു, മാത്തമാറ്റിക്സ് എന്ത് പറയുന്നു, എന്തെങ്കിലും ഒരു തിയറി, വേറൊരു ബേസിക് ലോ, ഏതൊരു തിയറി കൊണ്ടുവന്നിട്ട് അത് ഏതെങ്കിലും ഒരു ബേസിക് ലോയെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെ അതിനെ ഡെയർ ചെയ്യുന്നുണ്ടോ, സോ ആ തിയറി അവിടെ വരത്തില്ല, അത് തെറ്റാണ്. സോ എപ്പോഴും നമ്മൾ അടുത്ത ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ സയൻസ് എപ്പോഴും പ്രോഗ്രസീവ് ആയിട്ടിരിക്കുന്നത്. എന്നും മാറിക്കൊണ്ടേയിരിക്കും എല്ലാം. ഒന്നിനും കടിച്ചു തൂങ്ങി നമ്മൾ നിൽക്കത്തില്ല. എന്തെങ്കിലും തെറ്റാന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ വിടും, അത്രേ ഉള്ളൂ. അതിനെ ഒക്കെ പറഞ്ഞ ആളെ ഐൻസ്റ്റീൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ന്യൂട്ടൺ ആയിക്കോട്ടെ, തെറ്റാണോ അവരെ നമ്മൾ അവരുടെ ബഹുമാനം ഒന്നും കൊടുക്കത്തില്ല. വ്യക്തി ബഹുമാനമല്ല നമ്മളോട് ഉപയോഗിക്കുന്നത്. പക്ഷെ ഒരു സയൻസ് തിയറി നമ്മുടെ ബേസിക് ലോസിനെ ഇൻക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ വിടുക, അത്രേ ഉള്ളൂ. അത് തെറ്റാണ്, അടുത്ത ലോയിലേക്ക് പോവുക, അത്രേ ഉള്ളൂ. സോ അതേപോലെ തന്നെ ഈ മോഡൽ തെറ്റാണ്, അടുത്ത മോഡലിലേക്ക് നമ്മൾ പോകുന്നു. അടുത്ത മോഡലിലേക്ക് പോകുന്നതിന് മുമ്പ് ബോർ മോഡലാണ്. ആ ബോർ മോഡലിലേക്ക് എത്തിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതാണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, അതിന്റെ ഡുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ രണ്ട് നേച്ചർ ഉണ്ട്. ഒന്ന് ഏത് നേച്ചറാണ്? നേച്ചറും മറ്റൊന്ന് പാർട്ടിക്കിൾ നേച്ചറും. ഈ രണ്ട് നേച്ചറും. പിന്നെ സ്പെക്ട്രം, ആറ്റോമിക് സ്പെക്ട്രംസ്, അതിന്റെയൊക്കെ ചില പഠനങ്ങളും അതിന്റെ കുറെ ഒബ്സർവേഷൻസ്, ഇതൊക്കെയാണ് ഇതിലേക്ക് പോയത്. അടുത്ത മോഡലായിട്ടുള്ള ബോർ മോഡലിലേക്ക് എത്തിച്ചത്. അപ്പം ഈ പറഞ്ഞ പോലെ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്താണെന്ന് നമുക്ക് കൺഫ്യൂഷൻ കാണും. ഉണ്ടോ അവിടെ കൺഫ്യൂഷൻ? നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സ്പെക്ട്രം ഒക്കെ? ഉണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ സ്പെക്ട്രം? ഉണ്ട്. ഇതൊക്കെ പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിട്ട് RMI ലെക്സ് G എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരാം. RMI ലെക്സ് G. RMI ലെക്സ് അറിയാലോ, സോപ്പ്. G. RMI നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ എന്തുവാണ്? ആരും ഇല്ല ഇവിടെ. RMI, R എന്ന് പറയാ റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, I എന്ന് പറയാ ഇൻഫ്രാറെഡ്, L എന്ന് പറയാ വിസിബിൾ ലൈറ്റ്, U എന്ന് പറഞ്ഞാൽ എന്താണ്? അൾട്രാവയലറ്റ് റേസ്, X എന്ന് പറഞ്ഞാൽ ഗാമാ റേസ്. ഇതിപ്പോ ഈ പടത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ തിരിഞ്ഞു വരണം കേട്ടോ. G ഇവിടെ വരണം. ഇപ്പൊ ഈ പടം തിരിച്ചാണ് കൊടുത്തേക്കുന്നത്, വേണ്ട തിരിച്ചു കൊടുത്താൽ നമ്മൾ തിരിച്ചെഴുതിയാണ്. അതായത് ഇവിടെ റേഡിയോ വേവ്സിനായിരിക്കും ഏറ്റവും കൂടുതൽ കൂടുതൽ വേവ് ലെങ്ത് കൂടുതൽ. വേവ് ലെങ്ത് ഇങ്ങനെ കുറഞ്ഞു വരും റൈറ്റിലോട്ട് പോകുന്നത്. ഇവിടെ നിന്നാണെങ്കിൽ ഈ സൈഡിലാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത്, അതിങ്ങനെ കുറഞ്ഞു വരും ഇടത്തോട്ട് വരുമ്പോൾ ഫ്രീക്വൻസി ഇവിടെ കൂടിക്കൊണ്ടിരിക്കും. ഇവിടുത്തെ കേസാണെങ്കിൽ വലത്തോട്ട് വരുമ്പോൾ ഫ്രീക്വൻസി കൂടും. ഗാമാ റേസിനാണ് ഏറ്റവും ഫ്രീക്വൻസി കൂടുതൽ. ഫ്രീക്വൻസി കൂടുമ്പോൾ എന്ത് പറയും? വേവ് ലെങ്ത് കുറയും. അതൊക്കെ വിടും. സോ ഇതാണ് നമ്മുടെ സ്പെക്ട്രം. ഈ സ്പെക്ട്രം നമുക്ക് ഈ സ്പെക്ട്രം ഒക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്, കളർ അതൊക്കെ സംഭവിച്ചു. പക്ഷെ ഇത് ഇവിടെ ആയിട്ട് എന്തോ ബന്ധം? ആറ്റമായിട്ട് എന്തോ ബന്ധം? ഹലോ, എന്തോടെ ബന്ധം? അയ്യേ കേട്ടില്ല. ലൈറ്റ്. ലൈറ്റ് ആരാ? എവിടെ ലൈറ്റ് വരുന്നേ? പറയൂ. കേട്ടില്ല. അപ്പൊ പിന്നെ നിങ്ങൾ എന്താ പഠിച്ചേ? സ്കൂളിൽ പഠിച്ചല്ലേ ഇതൊക്കെ? സൂര്യന്റെ അവിടുന്നോ? മനസ്സിലായില്ല. ഒന്നുമില്ല. സൂര്യന്റെ അവിടെ ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ ഗുഡ് ബോയ്, നേരെ മോൻ, സമ്മതിച്ചു. പക്ഷെ നമ്മളെന്തിനാ അത് പഠിക്കും? നമ്മൾ ആറ്റോമിക് സ്ട്രക്ചർ പറയുമ്പോൾ സൂര്യന്റെ ലൈറ്റ് പഠിച്ചിട്ട് എന്താ കാര്യം? നമുക്ക് നോക്കിക്കോ. ആറ്റംസ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ലൈറ്റ് എന്നല്ല, റേഡിയേഷൻസ് പുറത്തോട്ട് വിടാറുണ്ട്, അല്ലെ അബ്സോർബ് ചെയ്യാറുണ്ട്. റേഡിയേഷൻസ് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം. നിങ്ങൾ നേരത്തെ പഠിച്ചു വെച്ചേക്കുന്ന മോഡൽ വെച്ച് തന്നെ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ആറ്റം എന്ന് പറഞ്ഞാൽ, അല്ലേ? ആറ്റത്തിന് ന്യൂക്ലിയസ് ഉണ്ട്.
അതിന് ചുറ്റും എന്തുണ്ടെന്ന് പറഞ്ഞു? ഷെൽസ് ഉണ്ടെന്ന് പറഞ്ഞു, എനർജി ലെവൽസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? എനർജി ലെവൽസ് ഇങ്ങനെ ഉണ്ട്. ഫസ്റ്റ് എനർജി ലെവല്, സെക്കൻഡ് എനർജി ലെവല്, തേർഡ് എനർജി ലെവല്, ഇങ്ങനെ ലെവൽസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഇവിടെ ഇലക്ട്രോൺസ് കാണും. ഫസ്റ്റ് എനർജി ലെവലിൽ ഇപ്പോൾ 2 ഇലക്ട്രോൺസ് എന്തിരിക്കട്ടെ, മറ്റിനകത്ത് ഒരു 1 2 3 ഇരിക്കട്ടെ, ഇലക്ട്രോൺസ് ഇരിക്കും. അപ്പൊ ഇവർക്ക് എനർജി കിട്ടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ട് എടേ ലൈക്ക് നിങ്ങൾ എന്താണ് സ്കൂളിൽ പഠിക്കുകയാണ്, ഓക്കെ, 11th ആണ്. അപ്പം നിങ്ങൾ സ്കൂളൊക്കെ തുറന്നു കേട്ടോ, അടിച്ച് പൊളിക്കുകയാണ്. ഓ അടിപൊളി ലൈഫാണ് സ്കൂൾ ലൈഫ് കേട്ടോ. +1 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തുവാ, എനിക്ക് വയ്യ. അപ്പം ഇങ്ങനെ കൊതിപ്പിക്കുമല്ലോ. അപ്പം നിങ്ങൾക്ക് പൈസ ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങളൊരു 10 പേരാണ്, നിങ്ങൾ ഫ്രണ്ട്സാണ്, ഇപ്പോൾ 5 പേര് നല്ല ഫ്രണ്ട്സാണ്. ഈ 5 പേരിൽ നിങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടി എന്ന് വെച്ചാൽ വീട്ടിൽ നിന്നൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ നിങ്ങൾക്കൊരു 500 രൂപ നിങ്ങൾക്ക് കിട്ടി. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യും? അടുത്ത പ്ലാൻ ചെയ്യും. ഒന്നെങ്കിൽ ബങ്ക് ചെയ്യാനായിരിക്കും, ക്ലാസ് ബങ്ക് ചെയ്തിട്ട് വെളിയിൽ പോകാനോ ഒരു ഹോട്ടലിൽ കയറിയിട്ട് കുഴിമന്തി അടിക്കാൻ തീരുമാനിക്കുന്നത്. ഓക്കെ ഓക്കെ ഹലോ, ഒന്നെങ്കിൽ ബങ്ക് ചെയ്യുക, അല്ലെങ്കിൽ ക്ലാസ് വിടുന്ന സമയത്ത് പോകാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ഒരു എനർജി, നിങ്ങൾക്ക് എനർജി കിട്ടാൻ കാരണം നിങ്ങൾക്ക് പൈസ കൂടുതൽ കിട്ടി അല്ലേ? പൈസ കൂടുതൽ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തായി? നിങ്ങൾ അങ്ങ് പോവാണ്, നിങ്ങൾ പുറത്തേക്ക് പോകും, നിങ്ങൾ ബങ്ക് ചെയ്ത് നിങ്ങൾ അങ്ങ് പോവാം. അഹങ്കാരം കൂടി എന്ന് പറയാൻ വേണമെങ്കിൽ ആ സ്കൂളിന്റെ പ്രിമൈസിൽ നിങ്ങൾ ദൂരേക്ക് പോകാൻ തുടങ്ങി. മനസ്സിലാകുന്നുണ്ടോ? ഇനിയും നിങ്ങൾ എന്തായി? കുഴിമന്തിയൊക്കെ അടിച്ച് കയറ്റി പൈസ എല്ലാം തീർന്നു കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ച് പിന്നെ പഴയ സ്ഥലത്തേക്ക് വരും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അതേപോലെ തന്നെ ഇവിടെ പൈസയ്ക്ക് പകരം നമ്മൾ എനർജി പ്രൊവൈഡ് ചെയ്തിരിക്കട്ടെ. ആറ്റത്തിലെ ഇലക്ട്രോൺസിന് എനർജി പ്രൊവൈഡ് ചെയ്തിരിക്കട്ടെ. എനർജി എങ്ങനെയും കിട്ടാം. ചിലപ്പോൾ ലൈറ്റ് നമ്മൾ അടിക്കുന്ന മൂലമായിരിക്കും എനർജി കിട്ടുന്നത്, ഇലിമിനേഷൻ മൂലം എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഹീറ്റ് കൊടുക്കുന്നത്, എങ്ങനെയെങ്കിലും എനർജി കിട്ടിയെന്നിരിക്കട്ടെ. നമുക്ക് ലൈറ്റിന്റെ കാര്യം സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ കാര്യം സംസാരിച്ചാൽ മതി. ഒരു റേഡിയേഷൻ വഴി ഇലക്ട്രോൺ എനർജി കിട്ടും. അപ്പൊ ആ എനർജി കിട്ടുമ്പോൾ ഇലക്ട്രോൺ അഹങ്കാരം കിട്ടും. അഹങ്കാരം, ഇത് കഴിക്കാൻ പോകുന്ന അഹങ്കാരം ഒന്നുമില്ല കേട്ടോ, നല്ല കാര്യം ഞാൻ പറയുന്നേ ഉള്ളൂ. അപ്പം പൈസ കയറുമ്പോൾ നമുക്ക് അഹങ്കാരം വരുന്നു സ്വാഭാവികമായിട്ടല്ല ചിലർക്ക്. അപ്പം നമുക്ക് ഈ ഇലക്ട്രോൺ എനർജി കിട്ടി. എനർജി കിട്ടുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ എന്തായി? കുറച്ചുകൂടെ എനിക്ക് ഇവിടെ നിന്ന് ഒതുങ്ങി നിന്നാൽ പോരാ, എനിക്ക് കുറച്ചുകൂടെ വലിയൊരു ഷെല്ല് വേണം, അല്ലെ കുറച്ചുകൂടെ വലിയൊരു ഇതിലേക്ക് പോകണം എന്ന് തീരുമാനിക്കുന്നു. ഇലക്ട്രോണിന്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യമേ. ന്യൂക്ലിയസിന് അടുത്തായിരിക്കുമ്പോൾ ഇലക്ട്രോൺ എനർജി കുറവാണ്. ന്യൂക്ലിയസിൽ നിന്ന് അകന്നു പോകുന്നതോറും ഇലക്ട്രോൺ എനർജി കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ ഒരു ഫസ്റ്റ് എനർജി ലെവലിലായിരിക്കും ഏറ്റവും എനർജി കുറവ്. സെക്കൻഡ് എനർജി ലെവലിലാണെങ്കിൽ എനർജി കൂടുതലാണ്. തേർഡ് എനർജി ലെവലിലാണെങ്കിൽ എനർജി വീണ്ടും കൂടുതലാണ്. ലൈക്ക് എന്താണ്, നമ്മൾ വീട് വെക്കത്തില്ലേ? നമുക്ക് സാധാരണ പൈസ കുറവാണെങ്കിൽ അയാളുടെ ചിന്ത, എനിക്ക് ഒരു ബെഡ്റൂം ഉള്ള ഒരു വീട് എങ്ങനെയാലും ഒന്ന് പണിഞ്ഞാൽ മതിയായിരുന്നു, ഇച്ചിരി സ്ഥലം മേടിച്ചിട്ട്. കുറച്ചുകൂടെ പൈസ കയറുമ്പോൾ, അയ്യോ ഞാൻ അപ്പുറത്തെ വീട് കണ്ട, രാഘവന്റെ വീട് കണ്ട്, രാഘവന്റെ 2 നില വീടാണ്, എനിക്ക് 2 നില വീട് വേണം എന്ന് പറഞ്ഞിട്ട് 2 നില വീട് വെക്കാൻ പോകും. ഇനി കുറച്ചുകൂടെ പൈസ ആകുമ്പോൾ എന്ത് ചെയ്യും? പൈസ ആയില്ലേ പോലും നമ്മൾ ചിലപ്പം കടമൊക്കെ എടുത്തിട്ട്, ലോണൊക്കെ എടുത്തിട്ട്, എനിക്ക് വേറൊരു വീട് കൂടെ ഞാൻ അപ്പുറത്തെ സ്ഥലം വാങ്ങിച്ച് വെക്കാൻ പോകുന്നിട്ട് നിങ്ങൾ ഒരു വീട് വെക്കും. ഓക്കെ, സോ ഇതെല്ലാം ഇങ്ങനെ അവസാനം എന്തായി? അങ്ങനെ പോകുന്ന പോലെ തന്നെ ഇലക്ട്രോണിന് എനർജി കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇവന് ഹയർ എനർജി ലെവലിലേക്ക് ഇങ്ങനെ ചാടിപ്പോകും. ഓക്കെ, വേറെ കളർ കൊണ്ട് കാണിക്കാം. ഇവിടെ ഇരുന്ന ഇലക്ട്രോൺ ഹയർ എനർജി ലെവലിലേക്ക് ചാടിപ്പോയി. കണ്ട, ഇങ്ങനെ ചാടിപ്പോയി. എന്നിട്ട് എന്താ ആഘോഷിക്കുകയാണ്. ഇവിടെയും വന്ന് കാണും. നമ്മൾ പറഞ്ഞില്ലേ, ഒരു ബെഡ്റൂം ഉള്ള വീട് പണിഞ്ഞിട്ട് അതിനകത്ത് 2 നിലയിലൊക്കെ വന്നു, പിന്നെ അടുത്ത വീടിലേക്ക് പണിഞ്ഞാണ് ഇതിൽ പോയത്, ഇവിടെ വരെ എത്തിയത്. ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നത്. ഇവിടെ എത്തി. എന്നിട്ട് എന്ത് സംഭവിച്ചു? കുറച്ച് കഴിഞ്ഞപ്പം എനർജി സപ്ലൈ അങ്ങ് നിന്നു. എനർജി സപ്ലൈ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ റേഡിയേഷൻ എന്തെങ്കിലുമായിരിക്കും എനർജി കൊടുത്തിരിക്കുന്നത് അല്ലേ? ഇങ്ങനെ നിൽക്കണമെങ്കിൽ എനർജി വേണം. അപ്പൊ എനർജി സപ്ലൈ അങ്ങ് നിന്നു. ലൈക്ക് നമ്മുടെ ജോലി അങ്ങ് പോയെന്ന് നിൽക്കണം. നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ ജോലി അങ്ങ് പോയി. അപ്പൊ നിങ്ങളെല്ലാം ലോണൊക്കെ എടുത്തിട്ടാണ് അപ്പുറത്തെ വേറെ സ്ഥലമൊക്കെ മേടിച്ച് അവിടെ വലിയ വമ്പം ഇപ്പോഴെന്തിനാണോ വരുന്നത്? വേണ്ട, കയറ്റണ്ട, ഇപ്പൊ വന്നിട്ട് കാര്യമില്ല. നോക്കിയേ, എന്ത് ചെയ്തു? ജോലി ഒക്കെ അല്ല, ലോണൊക്കെ എടുത്തിട്ടാണ് ഈ 2 നില കഴിഞ്ഞിട്ട് അടുത്ത വലിയ വീടൊക്കെ പണിയാൻ പോയത്. പക്ഷെ ജോലി പോയി കഴിയുമ്പോൾ എന്ത് ചെയ്തു? കയ്യിലുള്ള പൈസ എല്ലാം പോയി. അവസാനം ഇതെല്ലാം വിറ്റ് മുടിക്കേണ്ടി വന്നു. മുടിച്ച് 2 നില വീട്ടിലേക്ക് വന്നു. അവസാനം അതും പിന്നെ ആരോ വിളിക്കുക, പോട്ടെ, ഇവിടെ വന്നു എന്നാ കയറ്റിയേക്കാം അല്ലേ. അപ്പം അവസാനം
രണ്ടു നില വീട്ടിലേക്ക് വന്നു. പിന്നെയും ഈ കടം കയറി കിടക്കുമല്ലേ, കടം കയറി കഴിഞ്ഞാൽ ആ ഉള്ള വീടും പോയി അവസാനം എന്ത് ചെയ്യും, തിരിച്ച് പഴയ ആ ചെറ്റക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യനല്ലേ ഉള്ള ആരുടെ അത് ഇപ്പൊ കയറുന്ന ഷാജിയാണോ അത്? അപ്പൊ നോക്ക. സോ എന്തായി, എനർജി ലോസ് ചെയ്ത് ഇവിടെ തന്നെ തിരിച്ചു വന്നു. അതേപോലെ തന്നെ ആറ്റത്തിന്റെ കൺസെപ്റ്റും എനർജി കിട്ടിയപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി, ഹയർ എനർജി ലെവലിലേക്ക് പോയി. എന്നിട്ട് എന്ത് ചെയ്തു, എനർജി ലോസ് ചെയ്ത് ഇവിടെ വന്നു. അപ്പൊ ഇവിടെ എനർജി കൊടുക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ലൈറ്റ് എനർജിയാണ് കിട്ടിയത്, റേഡിയേഷൻ ആണ്, റേഡിയേഷൻ. അപ്പൊ ഏത് റേഡിയേഷൻ ആണോ അബ്സോർബ് ചെയ്തിട്ട് ഹയർ എനർജി ലെവലിലേക്ക് പോയത്, അതേ റേഡിയേഷൻ എമിറ്റ് ചെയ്തുകൊണ്ടായിരിക്കും തിരിച്ചു വരിക, അതായത് റിലീസ് ചെയ്തുകൊണ്ടായിരിക്കും തിരിച്ചു വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ഈ എനർജി, ഈ ഇലക്ട്രോൺ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ പോയത് റെഡ് വേവ് ലെങ്ത് അബ്സോർവ് ചെയ്തിട്ടാന്ന് ഇരിക്കട്ടെ, റെഡ് എനർജി, റെഡ് വേവ് ലെങ്ത് അല്ലെങ്കിൽ റെഡ് എന്ന് പറയുന്ന ആ കളറിന്റെ ഒരു എന്താണ് എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് പോയെന്നിരിക്കട്ടെ, ഇവിടം വരെ എത്തിയത്. അങ്ങനെയാണെങ്കിൽ അബ്സോർബ് ചെയ്യുമ്പോൾ നമുക്ക് കളർ കാണാൻ പറ്റത്തില്ല, അത് തിരിച്ച് താഴോട്ട് വരുമ്പോൾ അത് എമിറ്റ് ചെയ്തിട്ടേ വരാൻ പറ്റത്തുള്ളൂ. ആ എനർജി റിലീസ് ചെയ്തുകൊണ്ടായിരിക്കും തിരിച്ചു വരുന്നത്. സോ നമുക്ക് എന്തായിരിക്കും അവിടെ കാണാൻ പറ്റുന്ന കളർ, റെഡ് കളറായിരിക്കും കാണാൻ പറ്റുന്നത്. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകും. അപ്പൊ നമ്മൾ ഏതാണോ എടുത്തോണ്ട് പോകുന്നത്, ഏത് എനർജി എടുത്തോണ്ടാണോ നമ്മൾ ഹയർ എനർജി ലെവലിലേക്ക് പോകുന്നത്, ആ എനർജി ലെവലില് ആ എനർജി റിലീസ് ചെയ്തുകൊണ്ടായിരിക്കും തിരിച്ചു പോകുന്നത്. എനർജി റിലീസ് ചെയ്യുന്ന പറഞ്ഞാൽ അതെന്തായിരിക്കും, ലൈറ്റ് ആയിട്ടായിരിക്കും നമുക്ക് കാണപ്പെടുക, ലൈറ്റ്. ഇപ്പൊ കാര്യം പിടി കിട്ടിയോ? ഇങ്ങനെയാണ് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം നമ്മുടെ ഈ ഒരു അറ്റോമിക് സ്ട്രക്ചർ പഠിക്കുമ്പോഴും ആവശ്യം വരുന്നത്. മനസ്സിലായോ? കാര്യം പിടികിട്ടിയോ? ഇലക്ട്രോൺ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നത് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ടാണ്. ആ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് എനർജി നമുക്ക് കിട്ടിക്കൊണ്ട് എനർജി നിന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യും, അത് റിലീസ് ചെയ്തിട്ട് താഴോട്ട് തിരിച്ചു വരും. ആ റിലീസ് ചെയ്യുന്നതാണ് നമ്മൾ ലൈറ്റ് ആയിട്ട് കാണപ്പെടുന്നത്, ലൈറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആയിട്ട് കാണപ്പെടുന്നത്. അപ്പോഴാണ് നമ്മൾ ഏത് ഈ ഒരു ഇതിലേക്ക് വരേണ്ട ആവശ്യം വരുന്നത്, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലേക്ക് വരണ്ട അല്ലെ പഠിക്കേണ്ട ആവശ്യം വരുന്നത്. അപ്പൊ നമുക്കിത് എനിക്ക് തോന്നുന്ന സമയം ഒരുപാടായി. അടുത്ത ദിവസം മതിയോ ബാക്കി? സാറിന്റെ ഇഷ്ടം. ബാക്കി പറഞ്ഞുകൂടെ? കേട്ടില്ല. ബാക്കിയും കൂടെ അങ്ങ് പറഞ്ഞോളെ. ബാക്കിയും കൂടെ പറയാനോ? മടുത്ത് വേണോ? ഇവിടെ കഴിച്ചോ? എല്ലാരും ആഹാരം കഴിച്ചോ? ഇല്ല സാർ. ഇല്ല, എന്നാ പോയി കഴിച്ചു. നമുക്ക് അടുത്ത ദിവസം പറയാം. ഞാൻ ഇനിയും അടുത്ത ദിവസം പറയാം സാറേ. ഓക്കെ, അപ്പൊ ശരി എന്നാ, ബൈ ബൈ. താങ്ക് യു സാർ.